പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ അഗെയിൻ EP ജയരാജന്റെ ആത്മകഥ നവംബർ 3 പുറത്തിറങ്ങും. കണ്ണൂരിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുസ്തകം പ്രകാശനം ചെയ്യും. ഇതാണ് എന്റെ ജീവിതം എന്നാണ് ആത്മകഥയുടെ പേര്. നേരത്തെ പുറത്തു വന്ന പരിപ്പുവടയും കട്ടൻ ചായയും എന്ന പേരിലുള്ള ആത്മകഥ EP ജയരാജൻ നിഷേധിച്ചിരുന്നു. DC ബുക്സ് പ്രസിദ്ധീകരിക്കാൻ തയ്യാറാക്കിയത് തന്റെ അനുമതിയോടെ അല്ലെന്നായിരുന്നു ജയരാജന്റെ വാദം. അർജുൻ കല്യാട് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, അപ്പോൾ യഥാർത്ഥത്തിലുള്ള ആത്മകഥ ഇതാണ്, പരിപ്പോടെയും കട്ടൻ ചായയുമല്ല, പകരം ഇതാണ് എന്റെ ജീവിതം ആണ് ഈ EP ജയരാജന്റെ ആത്മകഥയുടെ പേര്. ആരാണ് പ്രകാശനം ചെയ്യുന്നത്, ആരാണ് പ്രസിദ്ധീകരിക്കുന്നത്? അർജുൻ. ഡോക്ടർ അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. ഇതാണ് എൻ്റെ ജീവിതം എന്നുള്ള EP ജയരാജന്റെ ആത്മകഥ നവംബർ 3 മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. മാതൃഭൂമി ബുക്സാണ് നേരത്തെ തന്നെ ഈ DC ബുക്സ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായി പരിപ്പ് വടയും കട്ടൻ ചായയും എന്ന പേരിൽ EP ജയരാജന്റെ ആത്മകഥ പുറത്തേക്ക് വരുന്നു എന്ന രീതിയിൽ പരസ്യമൊക്കെ ചെയ്തിരുന്നു. എന്നാൽ EP ജയരാജൻ ഇങ്ങനെ ഒരു കാര്യം താൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല, DC ബുക്സിന് ഈ തൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ താൻ അനുമതി നൽകിയിട്ടില്ല എന്ന പ്രതികരണമൊക്കെ നടത്തിയിരുന്നു. എന്നാൽ അതിനുശേഷം DC ബുക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില നിയമ പോരാട്ടങ്ങളും കേസും കാര്യങ്ങളുമൊക്കെ നടന്നതുമാണ്. ആ സമയത്ത് തന്നെ EP ജയരാജൻ വ്യക്തമാക്കിയതാണ് മാതൃഭൂമി ബുക്സിനാണ് തൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി നൽകുക എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും EP ജയരാജന്റെ ആത്മകഥ നവംബർ 3 ഇതാണ് എൻ്റെ ജീവിതം. ആ പേര് വളരെ കൗതുകമാണ്. നേരത്തെ പരിപ്പുവടയും കട്ടൻ ചായയും എന്നുള്ളതാണ് EP ജയരാജന്റെ ആത്മകഥയ്ക്ക് പേര് നൽകിയിരിക്കുന്നതെന്ന് DC ബുക്സ് പരസ്യം ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് ഔദ്യോഗികമായി തന്നെ EP ജയരാജൻ തന്നെ ഈ കാര്യം നമ്മളോട് പറഞ്ഞിരുന്നു. ഇതാണ് എൻ്റെ ജീവിതം എന്നുള്ളതാണ് ആ പുസ്തകത്തിന് നൽകിയിരിക്കുന്ന പേര്, ആത്മകഥയ്ക്ക് നൽകിയിരിക്കുന്ന പേര്. മുഖ്യമന്ത്രി തന്നെയാണ് ഈ പറയുന്ന ആത്മകഥ പ്രകാശനം ചെയ്യുന്നത് എന്നതും വളരെ കൗതുകമുണ്ടാക്കുന്നതാണ്. വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് പാർട്ടി നേരത്തെ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി P സരിൻ അവിടെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നു. അതായത് EP ജയരാജൻ നിഷേധിച്ച ആത്മകഥയുടെ ഭാഗത്തിലൊക്കെ ഉൾപ്പെട്ടിരുന്നു. അത് വലിയ രീതിയിൽ വിവാദമാവുകയും ചെയ്തതാണ്. EP ജയരാജൻ അങ്ങനെ ഒരു കാര്യം താൻ ഈ പറയുന്ന ആത്മകഥയുടെ ഒരു ഭാഗത്തും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യം ആ സമയത്ത് തന്നെ വാർത്താ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തതാണ്. എന്നാൽ ഈ പറയുന്ന ഇതാണ് എൻ്റെ ജീവിതം എന്നുള്ള EP ജയരാജന്റെ ഈ ആത്മകഥയിൽ, യഥാർത്ഥ ആത്മകഥയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾച്ചേർന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇനി ആകാംക്ഷ ഉണ്ടാക്കുന്നത്. അതിനകത്ത് ജീവിതകഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാല്യകാലവും അതുപോലെ തന്നെ യുവജന സംഘടനാ പ്രവർത്തകരായി നിന്ന കാലഘട്ടവും അതിനുശേഷം നടന്നിട്ടുള്ള പാർട്ടിയിലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരുപാട് വിവാദങ്ങളൊക്കെ EP ജയരാജനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ്. പ്രകാശ് ജാവ്ദേക്കർ ഉൾപ്പെടെ കൂടിക്കാഴ്ച, അത്തരത്തിൽ ഒരുപാട് വിവാദങ്ങൾ EP ജയരാജനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന ഇതാണ് എൻ്റെ ജീവിതം എന്നുള്ള EP ജയരാജന്റെ ആത്മകഥയിൽ ഉണ്ടാവുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇനി ഉറ്റുനോക്കുന്നത്. അതാണ് ഇനി പ്രധാനപ്പെട്ട ആകാംക്ഷയായി നിലനിൽക്കുന്നത്. എന്തായാലും നവംബർ 3 ഇനി അധികം നാളുകളില്ല, ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ EP ജയരാജന്റെ ആത്മകഥ മുഖ്യമന്ത്രി കണ്ണൂരിൽ വെച്ച് തന്നെ അത് പ്രകാശനം ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പരിപ്പോടയിലും കട്ടൻ ചായയിലും ഉള്ള കടുപ്പം ഇതിനുണ്ടാവില്ല അല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു കാര്യം വേണം നമുക്ക് മനസ്സിലാക്കാം. കാരണം നേരത്തെ പുറത്തു വന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഒരുപാട് വിവാദമുണ്ടായിരുന്നു. പാർട്ടിയുടെ പ്രത്യേക അനുമതി തേടിക്കൊണ്ട് തന്നെയാണ് ഈ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നത്. ഇത് പാർട്ടി നേതാക്കളുമായി പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്കും കേന്ദ്ര കമ്മിറ്റിക്കും ഒക്കെ ഈ ആത്മകഥയുടെ ഭാഗങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി പാർട്ടിയുടെ അംഗീകാരത്തോടുകൂടി, കാരണം നിലവിൽ ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയാണ് EP ജയരാജൻ, അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ പാർട്ടിയുടെ അനുമതിയോടുകൂടി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമായിരിക്കും ഈ ആത്മകഥ പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിന് പാർട്ടി അനുമതി ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഡോക്ടർ, താങ്ക് യു. ഇപ്പോൾ അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.